ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിः ശൃണുയാമദേവാः, ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः, സ്ഥിരൈരംഗൈः തുഷ്ടവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുഃ. ഭദ്രം നോ അപിവാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 12-ാമത്തെ മന്ത്രം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാന്നാസ്ത്യകൃതഃ കൃതേന തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത്. സമിൽപാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ബ്രാഹ്മണൻ. കർമ്മചിതാൻ കർമ്മചിതങ്ങളായ, കർമ്മത്താൽ ലഭിക്കുന്ന സമ്പാദിക്കപ്പെടുന്ന, ലോകാൻ ലോകങ്ങളെ, പരീക്ഷിച്ചിട്ട്, കൃതേന കൃതം കൊണ്ട്, കർമ്മം കൊണ്ട്, അകൃതം കൃത്രിമമല്ലാത്തത്, നിത്യമായുള്ളത്, ന അസ്തി ഉണ്ടാകയില്ല, ലഭ്യമല്ല, ഇതി എന്ന് നിർവേദത്തെ വൈരാഗ്യത്തെ ആയാത് പ്രാപിക്കണം. തദ്വിജ്ഞാനാർത്ഥം അതിനെ അറിയുന്നതിനായി, സമിൽപാണി കയ്യിൽ സമിത്തുകളോടുകൂടി, യാഗത്തിനുള്ള, യജ്ഞത്തിനുള്ള, ഹോമത്തിനുള്ള സമിത്തുകളോടുകൂടി, ശ്രോത്രിയനും വേദങ്ങളെല്ലാം പഠിച്ച് അവയുടെ അർത്ഥം ഗ്രഹിച്ചിട്ടുള്ളവനും, ബ്രഹ്മനിഷ്ഠം ബ്രഹ്മത്തിൽ നിഷ്ഠയോടുകൂടിയവനുമായ, ഗുരും ഏവ ഗുരുവിനെ തന്നെ, അഭിഗച്ഛേത് അഭിഗമിക്കണം, പ്രാപിക്കണം. സാധ്യസാധനരൂപമായ സംസാരത്തിൽ നിന്നെല്ലാം വിരക്തനായവനാണ് പരബ്രഹ്മവിദ്യയിൽ അധികാരമെന്ന് കാണിക്കുന്നതായി പറയുന്നു. അപരവിദ്യയുടെ വിഷയം സ്വാഭാവികമായ അവിദ്യ, കാമം, കർമ്മം, ഈ ദോഷങ്ങളുള്ള പുരുഷൻ അനുഷ്ഠിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ ഇത് അവിദ്യാദി ദോഷങ്ങളുള്ള പുരുഷനെ മാത്രം ഉദ്ദേശിച്ച് വിധിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. അതിനെ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി ലഭിക്കുന്നവയും ദക്ഷിണായനം വഴിക്കും ഉത്തരായണം വഴിക്കും പ്രാപിക്കേണ്ടതുമായ ലോകങ്ങളെയെല്ലാം വിധിച്ചിട്ടുള്ളത് ചെയ്യാതിരിക്കുക, നിഷേധിച്ചിട്ടുള്ളത് ചെയ്യുക മുതലായ ദോഷങ്ങൾ കൊണ്ട് നരകം, തിര്യഗോനി, പ്രേതങ്ങൾ മുതലായ ലോകങ്ങളെയും പ്രത്യക്ഷം, അനുപാനം, ഉപമാനം, ആഗമം എന്നീ പ്രമാണങ്ങളെ കൊണ്ട് പരീക്ഷിച്ച് അവയുടെ യഥാർത്ഥ സ്വരൂപത്തെ ബ്രാഹ്മണൻ അറിയണം. സംസാരഗതികൾ തന്നെയായിട്ടുള്ളവയും അവ്യക്തം മുതൽ സ്ഥാവരങ്ങൾ വരെയുള്ളവയും വ്യാകൃത അവ്യാകൃത സ്വരൂപങ്ങളും ബീജവും അങ്കുരവും പോലെ പരസ്പരോൽപ്പത്തിക്കു നിമിത്തങ്ങളുമായ അനേകായിരം അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞവയും, വാഴപ്പിണ്ടി പോലെ നിസ്സാരങ്ങളും, ഇന്ദ്രജാലം, കാനൽ ജലം, ഗന്ധർവനഗരം മുതലായവയെപ്പോലെ യഥാർത്ഥമല്ലാത്തതും, സ്വപ്നം, വെള്ളത്തിലെ കുമിളകൾ, നുര ഇവയെപ്പോലെ പ്രതിക്ഷണം നശിക്കുന്നവയും, അവിദ്യാകാമം എന്നീ ദോഷങ്ങൾ നിമിത്തം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് സമ്പാദിക്കപ്പെടുന്നവയും, പുണ്യപാപങ്ങൾ കൊണ്ട് സിദ്ധിക്കുന്നവയുമായ ആ ലോകങ്ങൾ നിസ്സാരങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് സാരം. സർവസംഗപരിത്യാഗപൂർവം ബ്രഹ്മവിദ്യയെ സ്വീകരിക്കുന്നതിന് ബ്രാഹ്മണന് തന്നെയാണ് വിശേഷാധികാരമെന്ന് കാണിക്കുന്നതാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ കർമ്മഫലങ്ങളായ ലോകങ്ങളെ പരീക്ഷിച്ച് അവയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിയതിന് ശേഷം വൈരാഗ്യത്തെ പ്രാപിക്കണം. ആ വൈരാഗ്യം എങ്ങനെ എന്നാൽ, ഈ സംസാരത്തിൽ അകൃതമായ കർമ്മം കൊണ്ടുണ്ടായതല്ലാത്തത് പദാർത്ഥമൊന്നുമില്ല. എല്ലാ ലോകങ്ങളും കർമ്മം കൊണ്ട് സമ്പാദിക്കപ്പെടുന്നവയും അതുകൊണ്ട് തന്നെ അനിത്യങ്ങളുമാകുന്നു. നിത്യമായി യാതൊന്നും ഈ ലോകത്തിലില്ല.
എല്ലാ കർമ്മവും അനിത്യഫലത്തെയാണ് സാധിക്കുന്നത്. കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുന്നതെല്ലാം ഉൽപ്പാദ്യം, ആപ്യം, സംസ്കാര്യം, വികാര്യം, ഉണ്ടാക്കപ്പെടുന്നത്, ലഭിക്കപ്പെടുന്നത്, സംസ്കരിക്കപ്പെടുന്നത്, മാറ്റം വരുത്തപ്പെടുന്നത് എന്ന് 4 വിധത്തിലാണുള്ളത് എന്ന് പറയുന്നു. ഇത്രയുമല്ലാതെ കർമ്മത്തിന് വിഷയമായി വേറെ ഒന്നുമില്ല എന്ന് പറയുന്നു. ഇവയെല്ലാം അനിത്യങ്ങളാണ് താനും. ഞാനോ നിത്യവും അമൃതവും അഭയവും കൂടസ്ഥവും പരിണാമമില്ലാത്തതും അചലവും പ്രയത്നമില്ലാത്തതുമായ വസ്തുവിനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിന് വിപരീതമായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. അതിനാൽ ആയാസം അധികമുള്ളതും അനർത്ഥത്തെ ഉണ്ടാക്കുന്നതുമായ കർമ്മം ചെയ്യുന്നത് എന്തിനാണ് എന്ന തോന്നലുണ്ടാവും. ഇപ്രകാരം വൈരാഗ്യത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം അഭയവും ശിവവും കർമ്മം കൊണ്ട് സാധിക്കുന്നതല്ലാത്തതും നിത്യവുമായ പദമേതോ അതിനെ അറിയുന്നതിനായി വിരക്തനായ വൈരാഗിയായ ബ്രാഹ്മണൻ ആചാര്യൻ്റെ അടുക്കൽ തന്നെ പോകണം. ശാസ്ത്രജ്ഞനാണ് എന്നിരുന്നാലും ബ്രഹ്മജ്ഞാനത്തിനായി തനിയെ അന്വേഷണം ചെയ്യരുതെന്ന് കാണിപ്പാനാണ് ഗുരുവിൻ്റെ അടുക്കൽ തന്നെ എന്ന് പറഞ്ഞത്. ഗുരുവിൻ്റെ അടുക്കൽ പോകുന്നത് വെറും കൈയോടെ ആയിരിക്കരുത്. അവിടെ ആചാര്യന് കാഴ്ചവെക്കാൻ ഹോമത്തിനുള്ള സമിത്തുകൾ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഗുരുദക്ഷിണയായി ഗുരുവിനെ വെറും കൈയോടെ കാണാൻ പോകരുത് എന്നുള്ള തത്വം പറഞ്ഞതിന് ശേഷം അതുകൊണ്ടാണ് സമിത്തുകളോട് കൂടി പോകണം എന്ന് പറയുന്നത്. ഗുരുവും വേദങ്ങളെ അധ്യയനം ചെയ്ത് അവയുടെ അർത്ഥത്തെ വേണ്ടും വണ്ണം ഗ്രഹിച്ചിട്ടുള്ളവനും സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് കേവലമായും അദ്വയമായുള്ള ബ്രഹ്മത്തിൽ നിഷ്ഠയോടു കൂടിയവനുമായിരിക്കണം. അപ്പോൾ കർമ്മവും ആത്മജ്ഞാനവും തമ്മിൽ വിരുദ്ധങ്ങളാകയാൽ കർമ്മി ബ്രഹ്മത്തിൽ നിഷ്ഠനായിരിക്കണം എന്ന് സംഭവിക്കണം. അതൊന്നും സംഭവിക്കുകയില്ല. കർമ്മം എല്ലാം ചെയ്യുമ്പോൾ ആത്മജ്ഞാനവും തമ്മിൽ വിരുദ്ധങ്ങളാകയാൽ കർമ്മി ബ്രഹ്മത്തിൽ നിഷ്ഠനായിരിക്കുക എന്ന് സംഭവിക്കുകയില്ല. ഇപ്രകാരമുള്ള ഗുരുവിൻ്റെ സന്നിധിയിൽ വിധിപ്രകാരം ചെന്ന് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചിട്ട് അക്ഷരനും സത്യസ്വരൂപനുമായ പുരുഷനെക്കുറിച്ച് അറിയണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ ആരെന്ന് പറഞ്ഞു? ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവൻ, ബ്രഹ്മജ്ഞാനം ഉള്ളവനാണ് ബ്രാഹ്മണൻ. അങ്ങനെ ബ്രാഹ്മണൻ സ്വന്തം കർമ്മത്താൽ സമ്പാദിക്കപ്പെടുന്ന എല്ലാം പരീക്ഷ അറിഞ്ഞതിന് ശേഷം സ്വന്തം കർമ്മം കൊണ്ട് നിത്യമായുള്ളത് എന്താണ് എന്നും അനിത്യമായുള്ളത് എന്താണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ കർമ്മം കൊണ്ട് നിത്യമായുള്ളത് ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അനിത്യമായത് സ്ഥിരതയില്ലാത്തതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇതിൽ നിന്നെല്ലാം വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈരാഗ്യത്തെ പ്രാപിക്കണം. ഇതിലൊന്നും മോഹത്തിനടിമപ്പെടാതെ മോഹമില്ലാതെ അവിടെ വൈരാഗ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പരമാത്മാവിനെക്കുറിച്ച് അറിയണം. ജ്ഞാനം വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? വേദങ്ങളെല്ലാം പഠിച്ച് അവയുടെ അർത്ഥം ഗ്രഹിച്ചിട്ട് ബ്രഹ്മത്തെ അറിയുന്നതായിരിക്കുന്ന ബ്രഹ്മജ്ഞാനമുള്ള ഗുരുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഗുരുവിനെ പ്രാപിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്.